അതൊന്ന് മാറിക്കേ. ഒന്ന് മാറി പിള്ളേരെ, ഒന്ന് മാറി, ഒന്ന് മാറി. കുഞ്ഞെ, അഴിമുഖത്തൊരു ശവം, അഴിമുഖത്തൊരു പെൺകുട്ടിയുടെ ശവം പൊന്തിയിട്ടുണ്ടത്രേ. നാട്ടുകാരെ മുഴുവൻ പറയണത് നമ്മുടെ കവിത കുഞ്ഞിൻ്റെതാണെന്നാ. രാവുണ്ണേട്ടൻ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. എന്തായാലും അമ്മാവൻ അറിയണ്ട. വാ, നമുക്കൊന്ന് പോയി നോക്കാം. പോകാം. പുഴയൊരു ത്രാപ്പെടുത്തിയ കൊലപാതകം എഴുതിയാലോ ഒരു എരിവുള്ളി കൊണ്ടാവും. ഇല്ലെങ്കിൽ മണൽത്തരികളുടെ രോമാഞ്ചം എന്നാക്കിയാലോ? ഫോട്ടോ എടുത്തോളൂ. ഈ മണൽത്തരികളിലായിരുന്നിരിക്കണം ആ കുട്ടി അവസാനമായി ഇരുന്നത്. അങ്ങോട്ട് മാറിക്കടാ, ഇത് വേറെ കേസാ. അവൾക്കൊന്നും സംഭവിക്കില്ല. പിള്ളച്ചേട്ടൻ സമാധാനമായിട്ടിരിക്കും. ആ, എങ്ങനെ കഴിഞ്ഞിരുന്നവരാ നമ്മള്. ആട്ടെ, ചോദിക്കാൻ മറന്നു, ഇപ്പോ എവിടെയാ താമസം? അതൊന്നും പറയാതിരിക്കാവും നല്ലത്. ഒരു വാടക വീട്ടിലാ ഇപ്പോഴത്തെ താമസം. കഷ്ടം. Stop it. Reverse. വന്ന കഴിവുറ മോനെ, നീയാണല്ലേ? സാർ, അത് കവിതയുടെ വരനാണ്. IAS ഓഫീസർ മിസ്റ്റർ പ്രഫുല്ല കുമാർ. IAS ഓഫീസർ. ഇവൻ ഇന്റർനാഷണൽ ഫ്രോഡാ. ഐജിയോട് പറയാം, ഉടനെ മാറ്റണം കേട്ടോ. SI ഇടിക്കുള്ള സാറ് എന്റെ ഒരു ഫ്രണ്ടാണ്. ലോക്കപ്പ് മർദ്ദനത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഏകാംഗ കമ്മീഷൻ വേണോന്ന് പറഞ്ഞു. ഞാനാണ് ഏകാംഗം. വരട്ടെ സാറേ, എന്നെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കണം. അയ്യോ, നോ 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 നോ. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക. ഇരിക്കെ. കുടിക്കാൻ ചായയോ കാപ്പിയോ? അയ്യോ, ഒന്നും വേണ്ട. മിസ്റ്റർ പ്രഫുല്ലകുമാർ IAS. അതെ, പേര് കൊള്ളാം. സാറൊന്ന് എഴുന്നേറ്റേ. പണ്ട് പാലക്കാട് കൽപ്പാത്തി വെച്ച് ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ സാർ കല്യാണം കഴിച്ചില്ല? അത് കൽപ്പാത്തി അല്ലേ സാർ, ആലത്തൂര. ആലത്തൂര്. അന്ന് എന്തായിരുന്നു സാറിന്റെ പേര്? ഹരിഹരയ്യർ. തൊഴിൽ? ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഏത് വർഷത്തിലായിരുന്നു കല്യാണം? 1975 ഡിസംബർ 30 വ്യാഴാഴ്ച. വ്യാഴാഴ്ചയോ? അല്ല, വെള്ളിയാഴ്ച. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സാർ. അവള് രക്ഷപ്പെട്ടു. ഇപ്പൊ ജർമ്മനിയില സുഖ ജീവിതമാ. ഓഹോ, കോട്ടയത്ത് നിന്ന് സാറ് കല്യാണം കഴിച്ചില്ലേ? അത് പ്രോപ്പർ കോട്ടയല്ല, പരിപ്പില. പരിപ്പ് കേസിലെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതാ. എല്ലാത്തിനും സമയം നന്നാവണ്ടേ. അന്നാരായിരുന്നു? അന്ന് ആരായിരുന്നു? സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മാത്യു കുരുവിള, MBBS, MD, FRCS, ലണ്ടൻ. അപ്പൊ മലപ്പുറത്തിനടുത്ത് മഞ്ചേരിയിൽ നിന്ന് കിട്ടിയ വേഷം എന്തുവാടാ? സാറിന്റെ ഒരു ഓർമ്മശക്തി. അറബിയുടെ, സാക്ഷാൽ അറബിയുടെ ഷേഖ് അബ്ദുൽ ജമാലുദ്ദീൻ, ജലാലുദ്ദീൻ, നാസറുദ്ദീൻ, ബദറുദ്ദീൻ ഷാ. ആ പെങ്കൊച്ചിന്റെ പേരെന്തുവാടാ? ഫൗസിയ.
ഫൗസിയ. ഒരു മണിയറക്കള്ളൻ നാടൊട്ടുക്ക് നടന്ന് തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേരെ കല്യാണം കഴിച്ച് തെരുവിലാക്കണ നിന്റെ പണി. വന്നെ കഴിവുറാ മോനെ, സത്യം പറഞ്ഞോണം. എവരുടെ കവിത? എനിക്കറിയില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കൂമ്പിടിച്ചാൻ പാട്ടും. എവരുടെ കവിത? എനിക്കറിയില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ ഈർക്കിലി ഈർക്കിലി. അയ്യോ, സത്യമായിട്ട് അവരെ തട്ടിക്കൊണ്ടുപോയത് ഞാനല്ല. അറിയാലോ എന്നെ. അറിയാവേ, സാറിന് എന്നെയും എനിക്ക് സാറിനെയും വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ ഇതുവരെ സാറിനോട് നുണ പറഞ്ഞിട്ടില്ല. ഈ പ്രഫുല്ലോമാർ കളവ് പറയില്ല. കഴിവുറാ മോനെ. തട്ടിക്കൊണ്ടുപോയത് ഞാനല്ല സാർ. സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നെ വിശ്വസിക്കണം സാർ. സാർ സാർ എന്നെ വിശ്വസിക്കണം സാർ. ഞാനല്ല സാർ. എന്നെ രക്ഷിക്കണം സാർ. സാർ ഞാനല്ല സാർ. എന്താ ചേട്ടനൊരു വല്ലായ്മ? മുഖത്തൊരു പ്രസാദവും കാണുന്നില്ലല്ലോ. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. പിന്നെ എന്താ ഇങ്ങനെ ഒരുമാതിരി മൂടിയായിരിക്കുന്നേ? എനിക്കറിയാം, എന്റെ ജീവൻ രക്ഷിക്കാൻ ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടി. സാരമില്ല മോളെ, നീ രക്ഷപ്പെട്ടല്ലോ. ചേട്ടൻ അത് മതി. മോനെ, ആ മോനെ, ഈ തിരക്കിനിടയിൽ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. എന്താ അമ്മേ? നിന്നെ ഒരാൾ അന്വേഷിക്കുന്നുണ്ട്. ആര്? വാ, കാണിച്ചു തരാം. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാലോ. വാ, മോളതെല്ലാം എടുത്തു വെക്ക്. വാ. നിനക്ക് ഓർമ്മയില്ലേ നമ്മുടെ പരതമ്പിള്ള ചേട്ടനെ? ഏത് പരതമ്പിള്ള? പണ്ട് നമ്മുടെ അയൽവക്കത്ത് താമസിച്ചിരുന്നില്ലേ? കുഞ്ഞലക്ഷ്മിയമ്മ മരിച്ചപ്പോ അവിടെയുള്ള സ്വത്തെല്ലാം വിറ്റ് നാട്ടിലേക്ക് പോയില്ലേ? നിന്നെ തമ്പുരാൻ തമ്പുരാൻ എന്ന് വിളിച്ച് കളിയാക്കി നടന്നിരുന്നില്ലേ കവിത? അവളുടെ അച്ഛനെ. ആ അതെ. മോനാ? ആ വിനോദല്ലേ? ആ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു. അപ്പോഴമ്മേ ഇവിടെ കവിത മോളുടെ കാര്യങ്ങളൊന്നും ഇപ്പൊ അദ്ദേഹത്തോട് ചോദിക്കണ്ട. ഞാൻ ഇവനോട് പോലും ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ വാ. പിള്ളച്ചേട്ടൻ ഇവനെ മനസ്സിലായോ? പിന്നെ വിനോദല്ലേ? ഇരിക്കും മോനെ. അസുഖമൊക്കെ എങ്ങനെയുണ്ട്? കവിത മോളുടെ കാര്യം മോൻ അറിഞ്ഞില്ലേ? ഇല്ല. എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്ന മോനെ? കല്യാണപ്പന്തലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. എനിക്ക് അവളല്ലാതെ ആരുമില്ല മോനെ. ആറ്റുതോറ്റുണ്ടായ മോള. എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയവന്റെ തലയിൽ ഇടിത്തീ വീഴും. കുഞ്ഞലക്ഷ്മി അമ്മ. കുഞ്ഞലക്ഷ്മി അമ്മ മരിച്ചു. കുഞ്ഞലക്ഷ്മി
നിങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വേദനയില്ലാഞ്ഞിട്ടല്ല. എന്റെ കുഞ്ഞുലക്ഷ്മി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്റെ മോളും ഈ നാട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഈശ്വര നിശ്ചയം അതായിരിക്കും. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. അമ്മയ്ക്കാണെങ്കിൽ വയസ്സായി. അവരെ എത്ര നിർബന്ധിച്ചിട്ടും ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കുന്നില്ല. കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും വേറെ ആരോട്ടില്ലതാനും. പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പോയാലും ഞങ്ങളെ ഒന്നും മറക്കരുത്. കവിത മോളെയും കൂട്ടി ഇടയ്ക്കൊക്കെ ഈ വഴിക്ക് വരണം. കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നതല്ലേ. ഇന്ന് ഇനി വൈകിക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ വിനുമോനെ വാ, അവിടെ ഒളിച്ചിരിക്കുകയാണോ? നന്നായി പഠിക്കണം കേട്ടോ, ഉഴപ്പി നടക്കരുത്. ഇതമോളെ പറഞ്ഞു കേട്ടോ. ഞങ്ങളെയൊക്കെ ഓർക്കോ? നമുക്ക് ഇവിടുന്ന് പോണ്ട അച്ഛാ. അച്ഛമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. അച്ഛമ്മ വരണ്ടേ മോളെ? അച്ഛൻ വിളിക്കാഞ്ഞിട്ടാ? ഞങ്ങൾ ഇറങ്ങട്ടെ. വാ വാ. കവിത എവിടെ? കവിതയോ? വല്ല വീക്കിലിൽ നോക്ക്. മൈലിലുള്ള ഹൈവേ ബ്രിഡ്ജിന് താഴെ രാത്രി 12 മണിക്ക് അവളെ കൊണ്ട് അവരെത്തും. സാർ, ഭരതൻപിള്ള സാറിനൊരു കവറുണ്ട്. മകൾ അപ്രത്യക്ഷയായി എന്നറിഞ്ഞപ്പോ ഒരച്ഛൻ എന്ന നിലയ്ക്ക് താങ്കൾക്കുണ്ടായ വികാരം എന്തായിരുന്നു? കവിതയ്ക്ക് മുൻപൊരു പ്രേമബന്ധമുണ്ടായിരുന്നുവെന്നും അവളെ തട്ടിക്കൊണ്ടുപോയത് മുൻ കാമുകനായിരിക്കുമെന്നും ഞങ്ങൾക്ക് സംശയമുണ്ട്. കവിതയുടെ ആ പ്രേമബന്ധത്തിന്റെ കഥയറിയുവാൻ ഞങ്ങളുടെ വായനക്കാർ അടുത്ത ലക്കത്തിനായി ആകാംക്ഷാപൂർവം കാത്തിരിക്കുകയാണ്. ബൈ ദ ബൈ, ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എഴുന്നേക്കോ. നിന്നോടോ പറഞ്ഞ എഴുന്നേക്കാൻ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ മാനഹാനി വാരികയുടെ എഴുന്നേക്കണം പട്ടി. ഞങ്ങൾ പത്രക്കാരോട് കളിച്ചാലുണ്ടല്ലോ. താനൊരു ചുക്കും ചെയ്യില്ല. മാനഹാനി തന്നെ പോലുള്ള പീറ പൈങ്കിലേക്ക് യൂസ്ലെസ്. ഇത് അമ്മാവൻ അവരെ കൗണ്ടറിൽ ഏൽപ്പിച്ചിരുന്നതാണ്. എന്താ മോനെ പൊട്ടിച്ച്? ഒരു കാസറ്റും എഴുത്തുമുണ്ട്. മകളുടെ ജീവൻ. മകളുടെ ജീവൻ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രാത്രി 12 മണിക്ക്
24 മൈൽ ഹൈവേ ബ്രിഡ്ജിന് താഴെ 10 ലക്ഷം രൂപയുമായി വരിക. സമയം തെറ്റിക്കുകയോ പോലീസിൽ വിവരം അറിയിക്കുകയോ ചെയ്താൽ മകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്ന് ഒരു അജ്ഞാതൻ. അച്ഛൻ പണമായിട്ട് വന്നില്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. അച്ഛൻ പണമായിട്ട് വരുമോ? ഇവരെന്നെ കൊല്ലും അച്ഛാ. മോളെ, എന്റെ മോളെ, ശ്രീകുട്ടാ, എന്റെ മോളെ രക്ഷിക്കൂ മോളെ. അമ്മാവ, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. നമുക്കൂടെ പോലീസിൽ വിവരം അറിയിക്കാം. വേണ്ട, പോലീസിൽ അറിയിക്കണ്ട. അവരതറിഞ്ഞാൽ എന്റെ മോളെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട മോനെ, ഇത്രയും വലിയ തുക കൊടുക്കാനോ? എത്ര ലക്ഷം രൂപ പോയാലും എനിക്ക് എന്റെ മോളെ ജീവനോടെ കിട്ടിയാ മതി. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഒരു പക്ഷേയും വേണ്ട. എന്ത് വില കൊടുത്തും നീ അവളെ രക്ഷപ്പെടുത്തണം. അവളാണ് എന്റെ എല്ലാം. എന്റെ എല്ലാ സ്വത്ത് നഷ്ടപ്പെട്ടാലും എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടരുത്. അത് മാത്രം എനിക്ക് സഹിക്കില്ല. അമ്മാവ, അത് അവരെ ചോദിക്കുന്ന എന്തും കൊടുക്കും. നീ ചെല്ലു മോനെ. ഇങ്ങോട്ടിറങ്ങി വാടി വാടി. നിൽക്ക്. പറഞ്ഞ തുക മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ടോ? മുഴുവൻ തുക ഇതിലുണ്ട്. 10 ലക്ഷം. ഇനിയെങ്കിലും കവിത എനിക്ക് വിട്ടുവരൂ. എന്റെ അമ്മാവൻ വളരെ അവശനിലയിലാണ്. അതെ, ഞാൻ തന്നെ. നമ്മൾ തമ്മിലുള്ള കണക്ക് തീർത്താണെങ്കിലും കണക്കൂട്ടൽ ചെറിയൊരു പെശക് പറ്റി. അതുകൊണ്ടാണ് വീണ്ടും കാണേണ്ടി വന്നത്. ഇവൾ ആരാണെന്ന് എനിക്കറിയോ? കുഞ്ഞുനാളിലെ എന്റെ കളിക്കൂട്ടുകാരി കവിത. ഇപ്പൊ അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. അതിനാണെങ്കിൽ നീ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവളെ എന്റെ ഉറപ്പുണ്ട. ഇവളെ ഞാൻ കൊണ്ടുപോകും. കല്യാണ പന്തലിൽ നിന്ന് ഇവളെ തട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് പണം തന്ന നിന്റെ കൂടെ ഇനി ഇവളെ അയക്കാൻ എനിക്ക് വിശ്വാസമില്ല. എല്ലാത്തിനും കാരണക്കാരനവനാ. വേണ്ട.
വേണ്ട. അയ്യോ, വിടൂ, please. അയ്യോ, ഒന്നും ചെയ്യരുത്. എന്തിനു വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്തത്? പറയാൻ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലി ചാകുന്നേ? എല്ലാം ഞാൻ പറയാം. കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു, കവിതയുടേത്. എൻ്റെ മുറപ്പെണ്ണ് എന്നും എൻ്റേത് മാത്രമായിരിക്കും ഞാൻ കരുതി. അവളെ ഞാൻ ജീവിതത്തിൽ സ്നേഹിച്ചു. ഗൾഫിലായിരുന്നപ്പോഴും മനസ്സും നിറയെ അവളായിരുന്നു. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലായ അമ്മാവൻ തെറ്റിച്ചപ്പോൾ അമ്മാവനെതിരെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അതിനെ ഞാൻ കരുവാക്കിയത് വിനോദിനെയും. എന്നോട് ക്ഷമിക്കണം രണ്ടുപേരും.